ഇപ്പോഴ് സമയം 2:27. 3 മിനിറ്റ്. ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിലാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നത്. ഈ വിശുദ്ധമായ നിമിഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അന്നത്തെ പോലെ ഇന്നും ആരാധനയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ മൗന പ്രാർത്ഥനയുടെ സമയമാണിത്. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ, ഉടമ്പടി ചെയ്തവരാണെങ്കിൽ അതും, ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുമ്പോൾ എടുക്കാൻ സാധ്യതയുള്ള നിയോഗങ്ങളും നമുക്ക് മാതാവിന് സമർപ്പിക്കാം. ആര് എന്ത് സമർപ്പിച്ചാലും ഒന്നാമത്തെ സമർപ്പണം സഭ ദൈവത്തിൻ്റെ ഈ പദ്ധതി തിരിച്ചറിയാനുള്ള കൃപ സഭയ്ക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിസ്സാര കാര്യമല്ല. ദൈവം കൃപാസനത്തിൽ സമയ കടികാര നെഞ്ചിൽ ചാർത്തി മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ വലിയ ദൈവികമായ രഹസ്യം അത് സഭ മനസ്സിലാക്കണമെങ്കിൽ സഭയ്ക്ക് കൃപ വേണം. അതനുസരിച്ച് നമ്മൾ ഇന്ന് ആലോചിക്കുന്നതും പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ അന്ത്യാഭിലാഷങ്ങൾ ഇതൾ വിരിയുന്നത് കൃപാസനം മരിയൻ പ്രത്യക്ഷത്തിലൂടെയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അഗാധമായ ദൈവികമായ പദ്ധതി താങ്ങാനും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഉള്ള കൃപ, എല്ലാ തരത്തിലുള്ള കൃപ സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയും ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നമ്മളെന്താ പറഞ്ഞത്? അതായത് 10 മാർക്ക് ഒറ്റടിക്ക് കിട്ടുന്ന ഈസി ചോദ്യം കർത്താവ് പറഞ്ഞു. ഇപ്പം ചില സമയത്ത് പണ്ട് ഫീൽഡ് വർക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഫീൽഡ് വർക്ക് ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഫീൽഡ് വർക്കിന് ജിയോമെട്രി നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾജിബ്ര എനിക്ക് വലിയ പാടാണ്. അത് ഞാൻ കവർ ചെയ്യണത് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. അതിന് പെട്ടെന്ന് മാർക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ എനിക്കൊക്കെ ദൈവമേ അതിന് കുറച്ച് മാർക്ക് കിട്ടിയിട്ട് നമ്മൾ മാത്സിൽ ജയിച്ചാലോന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യും. അത് എനിക്ക് ഈസിയാണ്, സിമ്പിളാണ്. ഇതുപോലെ കൂടുതൽ മാർക്ക്, സിമ്പിളായിട്ട് കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റിയ പരിപാടി എന്താണെന്ന് അറിയാമോ? ഈശോ കുറേ പരിപാടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ദ്രോഹിക്കുന്നവരെ, അത് 20 മാർക്കാണ്. 20 മാർക്കാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവിൻ. അതാണ് വചന ഉരുക്കം. അങ്ങനെ ആശീർവദിക്കണമെങ്കിൽ നമ്മൾക്ക് അവർ കാണിച്ചിരിക്കുന്ന കാട്ടായം കാരണം നമുക്ക് അവരെ ആസ്വദിക്കാൻ പറ്റുമോ? എന്നാ പറ, ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം നാത്തൂനായാലും അമ്മയായാലും മരുമകളായാലും അമ്മായിയമ്മയായാലും നമ്മൾ കാണിച്ചിട്ട് കാട്ടായം ഓർത്താണെങ്കിൽ നമ്മളെ പാറയെടുത്ത് അവിടെ തലക്കിട്ട് അടിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്താലാണ് അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കാൻ നല്ല മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്. ഇങ്ങനെ എന്താ പ്രശ്നം? വചനം ഉരുക്കമെന്ന് പറയുമ്പോൾ ഒരു വചനത്തിന് കർത്താവ് മെൽട്ട് ചെയ്ത് നിനക്കത് അനുഭവവേദ്യമാക്കി തരുന്നതിന് ദൈവം എടുക്കുന്ന അളവ് കോര് നിൻ്റെ ദൈവസ്നേഹമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തോടും മനുഷ്യനോടും പൊരിഞ്ഞ സ്നേഹമായിരിക്കും. പൊരിഞ്ഞ സ്നേഹം അല്ലെങ്കിൽ ആക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാകും. എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവം. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. മിറലെന്നും പറഞ്ഞൊരു പോലെ സാക്ഷ്യം പറഞ്ഞാണ്. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തിനൊരു കൊതിയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓരോ വിഷയം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞ് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ,
റോമ 8:32 വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 8:32 വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യേശുക്രിസ്തു വായിച്ചത് ശ്രുതികട ഹല്ലേലൂയ റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഒന്ന് പറഞ്ഞ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇതിന്റെ പ്രശ്നം എന്താന്ന് പറയാ, ഭജന ഉരുക്കം എന്താ പറയുക, ഭജന ഉരുക്കത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞാൽ എന്താണ്, സി ജോസഫ്, ഇതാണ് അപ്പായുടെ ഒരു മാനസികാവസ്ഥ, നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. എന്താ കാര്യം? അപ്പ എന്ത് ചെയ്യണമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. അതാണ് ഭജന ഒരുങ്ങിയത്. അപ്പ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്ത്. യേശുക്രിസ്തു മാറ്റിക്കൊണ്ട് ഒരു ഉരുക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി വേണം ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കാൻ, ഉടമ്പടി ജീവിക്കാൻ. കാര്യം എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും. നമ്മൾ സമസ്തത്തിന് വേണ്ട വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി, പട്ടയം കെട്ടുക, ഭൂമി തരം മാറ്റുക, എന്തെല്ലാം കാര്യമാണ് നമ്മൾ ഉടമ്പടി വെച്ചേക്കുന്നത്. ഇതെല്ലാം സമസ്തവുമാണ്. ഈ സമസ്തത്തിനൊന്നും ദൈവം എതിരല്ല. പക്ഷേ ദൈവം പറയും സമസ്തവും നിനക്ക് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്താണ് കാര്യം? നീ യേശുക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. അതേ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ മാത്രമേ ഞാനാണ് തരണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും തരത്തില്ലെന്ന് പറയും. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? നമ്മൾ ആദ്യം യേശുക്രിസ്തുവിനെ വാങ്ങിക്കും. യേശുക്രിസ്തുവിനെ വാങ്ങിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആദ്യം യേശുക്രിസ്തു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. അതാണ് വിഷയം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീടില്ല, ഞാൻ ഉടമ്പടി 6 പുതുക്കി 10 പുതുക്കി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. മറിച്ച് ഇതിലൂടെ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താൽ വളർന്നുകൊണ്ട് ലോകത്തിന് നിനക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താലാണോ നീ യേശുക്രിസ്തുവിനെ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്? അത് അവൻ പറയണ പോലെ ചെയ്തത്, അനുദപിച്ചാലും ആത്മാഭിഷേകം പ്രാപിച്ചാലും അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണെന്ന് ഉറപ്പുവരുത്താതെ ഉടമ്പടി ബ്രേക്ക് ആകത്തില്ല, ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ കൂടെ സമസ്തവും നേടാൻ ഉടമ്പടി എന്ന ദൈവിക പദ്ധതി കൃപാസനം പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് പറയുന്നു. ദൈവമേ, ഉടമ്പടിക്ക് പറ്റിയ പങ്കാളിയായി മാറുന്നതിനായി ദൈവസ്നേഹത്താൽ നിറഞ്ഞ അനുതാപത്തിലേക്ക് അതുപോലെ മനുഷ്യോചിതമായ പ്രവർത്തനങ്ങളിലേക്ക് അതുപോലെ തന്നെ കർത്താവിനെ കൈമാറുന്ന പ്രേക്ഷിത വരയിലേക്ക് സ്വർഗത്തിന്റെ ഉപകരണമായി യേശുക്രിസ്തുവിൽ പരിശുദ്ധ മാധ്യസ്ഥനെ തെരഞ്ഞെടുത്തുകൊണ്ട് പങ്കാളിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിരുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിരുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അമല. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ജോജി. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അങ്കിൾ വഴിയാണ്.
ഞാൻ ആദ്യം എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് എനിക്ക് ട്രെയിനിങ് കിട്ടുന്നത് മുംബൈയിലായിരുന്നു. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ബാംഗ്ലൂർ കിട്ടി, പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ അങ്കിൾ പറയുന്നത് ഇങ്ങനെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, സോ അതിൽ റിക്വസ്റ്റഡ്. ഞങ്ങൾ ആക്ച്വലി എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ആലപ്പുഴ തന്നെ കൊമ്മാടിയിലാണ്. പക്ഷേ ഒരിക്കലും ഞാൻ അത്രയും ഇതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പത്രമൊക്കെ തന്നിട്ട് പറഞ്ഞിട്ടുണ്ട് തലേൻ്റെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. പക്ഷേ അപ്പോഴൊന്നും എനിക്കങ്ങനെ വിശ്വാസമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്ന എനിക്ക് ആരോ പറയുന്ന പോലെയും എൻ്റെ മാനേജറിനോട് ഞാൻ പോയി സംസാരിക്കുകയും പുള്ളി അത് അപ്രൂവ് ചെയ്യുകയും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ബാംഗ്ലൂരിലേക്ക് എനിക്ക് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം തുടങ്ങുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾക്കും ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു തുടങ്ങി. അപ്പോഴും എനിക്ക് ഈ കവനനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ മമ്മി ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വെക്കേഷൻ വന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാനൊരു ജോബ് സ്വിച്ചിന് വേണ്ടി ട്രൈ ചെയ്യുകയും ഓൾറെഡി വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനും പാക്കേജും ആയിട്ട്. അപ്പോൾ എൻ്റെ മമ്മി ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ മമ്മി ചോദിച്ചു നിനക്ക് എത്രയാണ് നീ ഉദ്ദേശിക്കുന്ന പാക്കേജ്. ഞാൻ പറഞ്ഞു മമ്മി ഇത് കിട്ടിയാലല്ലേ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിന് പറ്റുള്ളൂ എന്ന്. മമ്മി അത് എഴുതി വെച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ മമ്മിയുടെ വീട്ടിലെത്തുകയും പെട്ടെന്ന് 2 മാസം മുൻപ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ സ്ഥലത്തുനിന്ന് എനിക്കൊരു കോള് വരുവാണ്, ഞാൻ ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വേറൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനിരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരെത്രയാണ് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയാണ്. അപ്പോൾ അവർ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പാക്കേജിൽ എനിക്ക് അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം ശരിക്കും കൂടി. പക്ഷേ അപ്പോഴും എൻ്റെ വിചാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യങ്ങൾ മാത്രം സാധിക്കും എന്ന് മാത്രമാണ്. പക്ഷേ ഞാനപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞാനിങ്ങനെ വന്ന് ആദ്യം ഓൺലൈൻ കവനൻ്റ് അങ്ങനെയൊക്കെ എടുത്തു. പക്ഷേ 2022 എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ട്. എൻ്റെ വെഡ്ഡിങ് ഒക്കെ ഫിക്സായി, എല്ലാം 2023 എൻ്റെ വെഡ്ഡിങ് നടക്കുവാണ്. അങ്ങനെ എല്ലാം ഫിക്സായിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സൈഡ് ഓഫ് ഫേസിൽ എനിക്കിങ്ങനെ പാച്ചസ് പോലെ വന്നു. ആദ്യം വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും കാൽഷ്യത്തിൻ്റെ അങ്ങനെ ഡിഫിഷ്യൻസി ആയിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡാകാൻ തുടങ്ങി. ഒരു 3 ദിവസത്തിനുള്ളിൽ അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എന്തോ വല്ല വാക്സിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ, പെട്ടെന്ന് എന്തോ ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ കാരണം സെഗ്മെൻ്റൽ വിറ്റിലിഗോ പോലെ ഇങ്ങനെ വന്നേക്കുവാണ്. അതിന് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനാണെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് മാത്രം എല്ലായിടത്തും പോകാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു, അതാണ് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു മാസ്ക് ഇട്ടുകൊണ്ട്. പിന്നെ അങ്ങോട്ട് അത് മാറുന്ന സമയമാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നീ എന്തിനാ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നേ. എൻ്റെ വെഡ്ഡിങ്ങും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം ഞാൻ തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപ്പ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തിരിച്ചു തന്നപ്പോൾ എനിക്ക് ഒരു ക്ലിനിക്കിനെ കുറിച്ച് എനിക്ക് റെഫറൻസ് കിട്ടുകയും ഞാൻ അവിടെ പോവുകയും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വെഡ്ഡിങ്ങിന് മുൻപ് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഓൾമോസ്റ്റ് 80-90% അത് മാറുകയും ചെയ്തു. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് മാതാവ് തന്നെ ഇടപെട്ട് എനിക്കത് ഹീലിംഗ് തന്നതാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജോലിക്ക് എല്ലാത്തിനും ഞാൻ ആഗ്രഹിച്ച പോലെ അതേപോലെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ വിചാരം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യം നടന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ബൈബിൾ വായന എല്ലാം പതുക്കെ മുടങ്ങും. പിന്നെയും ബാക്ക് ടു നോർമലാവും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ പിന്നെയും വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പോഴൊന്നും എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലിയും ഒക്കെ കിട്ടി. അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ആയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ബ്രസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു 3rd മന്തിൽ എനിക്ക് ബ്രസ്റ്റ് പെയിൻ, ഭയങ്കര ബ്രസ്റ്റ് പെയിൻ, അതൊരു ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിന് ഭയങ്കര പെയിൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവരും പറഞ്ഞു അത് ഈ ഒരു പ്രഗ്നൻസിയിലുള്ളതാണ്, ചേഞ്ചസ് ഇൻ ബോഡിയിൽ വരുന്നതാണ് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാതെ
വയ്യാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ റെഗുലർ ചെക്കപ്പിൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇറ്റ്സ് കോമൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഡസൻ ലുക്ക് നോർമൽ, ഇമീഡിയറ്റ്ലി തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്കാനിങ്ങിന് ഇതാക്കി. അപ്പോൾ അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത് എന്തോ നീഡ്ലിങ് ചെയ്തിട്ട് അത് കൾച്ചറിന് വിടാം എന്ന് പറഞ്ഞു. അത് കൾച്ചറിന് വിട്ടു. എന്തൊരു പസ്സിൻ്റെ ഇത് വന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇൻസെഷൻ ചെയ്ത് അത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറഞ്ഞു. അതങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ചെയ്തു, പിന്നെ ഒക്ടോബറിൽ ചെയ്തു, ഒരു തവണ ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് വേദന കൊണ്ട് പറ്റുന്നില്ല, ഇൻസെഷൻ്റെ വൂണ്ടും ക്ലോസ് ആകുന്നില്ല, അതിൽ നിന്ന് പസ് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നവംബറിലായപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് വേദനയായി. ഞാൻ ആരോടും പറയുന്നില്ലായിരുന്നു. ഞാൻ നോർമൽ, ആൾക്കാർ കാണുമ്പോൾ നോർമലായിട്ട് തന്നെ ഒരു ലൈഫ്. പക്ഷേ എനിക്ക് ഇത് പറയാനോ, എനിക്ക് ഇങ്ങനെ ഞാൻ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആരോടും പറയാനോ ഒന്നും, എൻ്റെ ഫാമിലിക്ക് ഒരുപാട് വിഷമമായി. അത് കഴിഞ്ഞപ്പോൾ ആൻറ്റിബയോട്ടിക്കും അവർക്ക് വലുതായിട്ട് തരാൻ പറ്റുന്നില്ല. കാരണം കൊച്ച് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് കൊച്ചിന് എന്തെങ്കിലും പറ്റുന്ന കാരണം സിവിയറായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും തരാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ സർജറി. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കര സിവിയർ ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എടുത്ത് കളയാം, എത്ര എന്ന് പറഞ്ഞു, ഇൻസെഷനും യു വിൽ ടേക്ക് പെയിൻ ആൻറ്റിബയോട്ടിക്, ലെറ്റ്സ് ഡു എ സർജറി എന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിൽ നല്ല ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എൻ്റെ ഗൈനിക്ക് റെഫർ ചെയ്ത് അവിടെ തന്നെ ഞാൻ എൻ്റെ സർജറി ചെയ്തു. സർജറി ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങളിത് ബയോപ്സിക്ക് അയക്കും, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്, കുഡ് ബി എ TB ഓർ ലൈക്ക് വാട്ട് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ലെറ്റ്സ് സെൻഡ് ഇറ്റ് ഫോർ ബയോപ്സി എന്ന് പറഞ്ഞു. എനിക്ക് ബയോപ്സി എന്ന് കേട്ടതോടെ ഞങ്ങളെല്ലാവരും ആകെ ഒട്ടും എനിക്ക് ആകെ തകർന്നു പോയ ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ആണെങ്കിൽ വാട്ട് വിൽ ഐ ഡു, എൻ്റെ കൊച്ച് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വിശ്വാസം ശരിക്കും ഞാൻ മുറുകെ പിടിച്ചത്. ഞാൻ 5:30 പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എല്ലാം ഞാൻ പിന്നെയും ഞാൻ ഉടമ്പടിയിലേക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ദിവസം ഞാൻ 5:30 ഇത് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ബയോപ്സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് ദിവസം തന്നെ എൻ്റെ ഈ ബയോപ്സി റിപ്പോർട്ട് വന്നു. അത് ഒരു കണ്ടീഷൻ കോൾ ഗ്രാനുലോമേറ്റസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി, ക്യാൻസറോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, ഫാമിലിക്ക് എല്ലാവർക്കും സമാധാനമായി. ഞാനത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതോടെ പോയി, പിന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് എടുത്തു, അതോടെ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം തൊട്ട് എൻ്റെ ഡെലിവറി വരെ എനിക്കത് ഹീലായില്ല. ഓരോ ആഴ്ചയും അറ്റ്ലീസ്റ്റ് 3 തവണ ഞാൻ ആ സമയത്തൊക്കെ വർക്കിംഗ് ആണ്, ഞാൻ എൻ്റെ വർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോവും, ഹോസ്പിറ്റലിൽ പോവും, ഡ്രസ്സ് ചെയ്യും, ഇത് വരും. അതും എനിക്ക് എൻ്റെ അവസാനം ലാസ്റ്റൊക്കെ ആയപ്പോൾ വയറും വെച്ച് പോവുകയും വരികയും ഹോസ്പിറ്റലിൽ തന്നെയായി ഓൾമോസ്റ്റ് 9 months ഞാൻ എൻ്റെ ഡെലിവറി വരെ. എൻ്റെ ഡെലിവറി ആ സമയപ്പോഴും എൻ്റെ ഡോക്ടർ ഗൈനക്ക് പറഞ്ഞു ഇതെന്തൊരു കഷ്ടമാണ്, ഐ എം നോട്ട് സീൻ ഇൻ മൈ ലൈഫ്, എൻ്റെ എൻറ്റയർ കരിയറിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഈ ഒരു ഗ്രാനുലോമേറ്റസ് ഞാൻ ലൈക്ക് ഫീഡിങ് മദേഴ്സിന് കണ്ടിട്ടുണ്ട്, പക്ഷേ വൈ ഹാവ് യു ഗോട്ട് ഇറ്റ് ലൈക്ക് ഐ ഹവ് നോ ഐഡിയ. ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. എൻ്റെ സർജറി നടക്കുമ്പോഴും എനിക്ക് C-section ആയിരുന്നു. അപ്പോൾ ലൈക്ക് അത് എമർജൻസി C-section ആയതായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഡോക്ടേഴ്സ് അവിടെ തമ്മിൽ ഡിസ്കസ് ചെയ്യുക, ഹെർ കണ്ടീഷൻ വാട്ട് ഷീ വെൻ ത്രൂ ഇസ് റിയലി ബാഡ്, ലൈക്ക് till her last she was going through ഈ ഡ്രസ്സിങ്ങും അതും ഈ ഡ്രസ്സിങ് കട്ട് ചെയ്യും. അവർ പറയും ഓക്കെ ഇത് ഹീലായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യും. അപ്പോഴേക്കും അത് പിന്നെയും പസ് വരും. അങ്ങനെ ഇത് തന്നെ 2 തവണയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അവർ കംപ്ലീറ്റ് ആൻറ്റിബയോട്ടിക് IV ത്രൂ കയറ്റി. അപ്പോഴൊന്നും വന്നിട്ട് ഹീലാകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അത്ര പകുതി ഞാൻ ഓക്കെ ആൻറ്റിബയോട്ടിക് കയറ്റിയല്ലോ ഇനി അത് ഹീലാവും, അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത്. പകുതി മാതാവിലും പകുതി ഇങ്ങനെ മെഡിക്കൽ സയൻസിലുമായിരുന്നു. ഇതിനൊക്കെ ശേഷം ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 months ഞാൻ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൊച്ചിനെ വിട്ടിട്ട് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. ആൻഡ് അവർ പറഞ്ഞു അത് എൻ്റെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല, ഇപ്പോൾ ഒരു ബ്രസ്റ്റിലല്ലേ ഉള്ളൂ, കൊച്ച് ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അടുത്ത ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ വന്നാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഫോർമുലയായിരിക്കും, ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഫോർമുലയായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ കൊച്ച് ജസ്റ്റ് എനിക്കൊന്നൊരു കുറച്ച് 2 ദിവസം പോലും ഫോർമുല കുടിച്ചില്ല. അപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം 6 മാസത്തോളം കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. എനിക്ക് 2 months കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴേക്കും ആണ് പെട്ടെന്ന് എൻ്റെ മമ്മിക്ക് എൻ്റെ അങ്കിൾ ഇവിടെ നടന്നൊരു സാക്ഷ്യം അയച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്കും എൻ്റെ സെയിം കണ്ടീഷൻ. ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് സീത്ത് പൂശുകയും തൈലം ഇതാക്കിയതിന് ശേഷം ആ ചേച്ചിയുടെ കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ടീഷൻ ഇവിടെ നിന്ന് മാറുകയും. അപ്പോൾ ഞാൻ ആക്ച്വലി 6-ാം മാസത്തിൽ തന്നെ ഇവിടെ അച്ഛനെ വന്ന് കാണുകയും ഞാൻ സീത്ത് അച്ഛൻ തരികയും ഞാനത് എൻ്റെ അടിവയറ്റിൽ തേക്കുകയും. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു, അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും എനിക്ക് കംപ്ലീറ്റ് അനസ്തേഷ്യയൊക്കെ തന്നിട്ടാണ് അവർ ചെയ്തത്, അപ്പോൾ എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്കും കൊച്ചിനും ഒന്നും ഉണ്ടാവില്ല, നീ ഇവിടെ വന്ന് നന്ദി പറയുമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ എനിക്ക് ഈ സാക്ഷ്യം കൂടി കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ഈ ഉടമ്പടി ജീവിതം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വേ ഓഫ് ലൈഫ്. ആൻഡ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ അത് ലൈക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾ അങ്ങനെ ജീവിച്ചു തുടങ്ങിയപ്പോൾ വണ്ടേഴ്സാണ് നടന്നിരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ബോഡി ഹീലായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ എല്ലാ ദിവസവും പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ ബ്രസ്റ്റിൽ ഞാൻ തേക്കുകയും എൻ്റെ കൊച്ചിന് ഞങ്ങൾ 3 പേരും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. ഞാനൊരു ഡ്രസ്സിങ്ങിന് പോയ സമയത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞു ഞാനത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇത് തന്നെയല്ലേ എത്ര തവണയും പിന്നെ ഇത് ക്ലോസ് ചെയ്യുകയും കീറുകയൊക്കെ ചെയ്യുന്നു, എനിക്കിനി വയ്യ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് ലെറ്റ്സ് ക്ലോസ് ഇറ്റ് എന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഇനിയും കീറാനായിട്ട് എനിക്ക് വയ്യ. അപ്പം മമ്മി പറഞ്ഞു, നീ സാക്ഷിയൊക്കെ കണ്ടതല്ലേ, ചിലപ്പോൾ ഇത് ഇവിടെ ഹീലായാലും അതുകൊണ്ടായിരിക്കും ഇത് ക്ലോസ് ആയെന്ന് പറഞ്ഞു. അന്ന് ക്ലോസ് ആയിട്ട് പിന്നെ എനിക്ക് അത് കംപ്ലീറ്റ്ലി ഹീലായി. എനിക്ക് അതിന് മുൻപ് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് ഭയങ്കര പെയിന്, അപ്പോഴേക്ക് പിന്നെയും കീറും, എനിക്ക് ഫീവറിഷ് വരും, ആ പസ് ഇതാക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ അന്ന് ക്ലോസ് ആയിട്ട് പിന്നെ ഇതുവരെ എനിക്ക് ഇതാക്കില്ല. പിന്നെ ഞാൻ ചെക്കപ്പിന് പോയി, ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് ഹീൽ, ഹൗ കം എന്നോട് ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ ഡോക്ടർ, ഇറ്റ്സ് ജസ്റ്റ് എ മിറാക്കിൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിയതായിരുന്നു ഈ ഒരു അവസ്ഥയിൽ. ഞങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും ഓരോ ജോലിക്കാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്കും ഓരോ അത്ഭുതങ്ങളാണ് നടന്നേക്കുന്നത്. അത് ഉടമ്പടി വെക്കുക മാത്രമല്ല, പക്ഷേ ഓരോ കാര്യങ്ങൾ. അതേപോലെ തന്നെ അച്ഛൻ്റെ ആരാധന കൂടിയും 5:30 ട്യൂസ്ഡേയിൽ ആരാധന കൂടി കഴിയുമ്പോഴും നടക്കുന്നത് ഓരോ ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഓരോ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ ഓർഗനൈസേഷനിൽ നിന്ന് എനിക്ക് ഒരു യൂറോപ്പിൻ്റെ ബിസിനസ് നീഡിന് വേണ്ടി പോകാനായിരുന്നു. പക്ഷെ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച വേറൊരു കാര്യത്തിനായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയും എനിക്കൊരു കോൾ വരുവാണ് എൻ്റെ മാനേജറിൻ്റെ കയ്യിൽ നിന്ന്, യു വിൽ ബി ഗോയിങ് ടു ലൈക്ക് ടു യൂറോപ്പ്. ആൻഡ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, ഐ കുഡ് ടേക്ക് മൈ ഹസ്ബൻഡ് ഓൾസോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോ കാര്യങ്ങളും തന്ന ദൈവം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര നാണക്കേടും, അവരെന്ത് വിചാരിക്കും, അതേപോലെ സാക്ഷ്യം പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര നാണക്കേടും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല, വേ ഓഫ് ലിവിങ് ആയിന്ന്. അതേ പിന്നെ എനിക്കത് കൊടുക്കുന്നതിനൊരു നാണക്കേടും, എനിക്ക് അത്രയും ആഗ്രഹത്തോടെ ആൾക്കാരോട് കൊടുക്കാനും പത്രങ്ങൾ കൊടുക്കാനും ഡിസ്ട്രിബ്യൂട്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് അവർ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല, കാരണം ഇനി അവരത് കളഞ്ഞാലോ എന്നോർത്ത്. അതേപോലെ തന്നെ ഫുഡ് കൊണ്ടേ കൊടുക്കുകയും പിന്നെ ആവശ്യമുള്ളവർക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കുകയും പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്തെങ്കിലും എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സോ ഒക്കെ അനാഥാലയത്തിലോ അല്ലെങ്കിലോ ഈ ഹോസ്പിറ്റലിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ കൊടുക്കുകയും അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഞങ്ങൾക്ക് 2 പേർക്കും കൊണ്ട് പറ്റാവുന്ന എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും മെറ്റീരിയലിസ്റ്റിക്കായിട്ടും ഒക്കെ ഞങ്ങൾ കൊടുത്തു തുടങ്ങി. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞങ്ങളതിൽ വിശ്വസിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ ആൾക്കാരോട്, എൻ്റെ കസിൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഈ ഇവിടുത്തെ ഉടമ്പടി ഇതിനെക്കുറിച്ച് പറയുകയും അവർ വന്ന് എടുക്കുകയും അവർക്കും അനുഗ്രഹങ്ങൾ ഒരുപാട് തന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. സോ താങ്ക് യു. എൻ്റെ പേര് സിനി റോയ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് റോയ്. ഞാൻ 2022 സെപ്റ്റംബർ 20-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ഇന്ന് വരെ ഉള്ളത്. 2025 മെയ് 7-ാം തീയതി രാവിലെ 5:45 എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഭർത്താവ് സഞ്ചരിച്ച ബൈക്കിൽ ഒരു ഓമിനി വാൻ വന്നിടിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ആളുടെ നില വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറി.
എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലവും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം റോജിൻ്റെ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ഞാൻ ആദ്യം ചൊല്ലി റോജിനെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പോകെ പോകെ റോജിൻ്റെ അവസ്ഥ വളരെ മോശമായി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന ഒന്നും ചൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൊണ്ടുപോകല്ലേ മാതാവേ, കൊണ്ടുപോകല്ലേ മാതാവേ എന്ന് മാത്രം ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ റോജിനെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആളെ കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട, 1% പോലും പ്രതീക്ഷിക്കരുത്. കാരണം വാരിയല് പൊട്ടി ശ്വാസകോശത്തിൽ കയറി ശ്വാസകോശത്തിന് മുറിവ് സംഭവിച്ചിരിക്കുന്നു. ഓക്സിജൻ കൊടുക്കുന്നത് എയർ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആളെ കിട്ടുമെന്ന് 1% പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട ഞാൻ ആ കാഷ്വാലിറ്റിയുടെ മുൻപിൽ തന്നെ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ റോജിനെ ജീവനോടെ തരണം. ജീവനില്ലാത്ത എൻ്റെ റോജിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മുട്ടുകുത്തി കരഞ്ഞു നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. റോജിനെ അവർ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴത്തേക്കും റോജിൻ്റെ നില വീണ്ടും വഷളായി. റോജിന് മരണത്തിലേക്ക് പതുക്കെ പതുക്കെ പോയി. ഡോക്ടർ അനിയനോട് വന്നിട്ട് പറഞ്ഞു, ആള് പോയി. ഡെത്ത് ഒന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ആ സമയത്ത് റോജിന് അവിടെ ഒരു വലിയൊരു ദൈവിക അനുഭവം ഉണ്ടായി. ഞാൻ കിടക്കയിൽ കിടക്കുമ്പം ഞാനിങ്ങനെ ബോധമില്ലാതാണ് കിടക്കുന്നത്, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിങ്ങനെ ഒരു വെട്ടത്തുനിന്ന് ഇരുട്ടിലേക്ക് പോയി. ഞാൻ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ എന്നെ കൊണ്ടുപോകല്ലോ മാതാവേ, കൊണ്ടുപോകല്ലോ മാതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ പോയിട്ട് പിന്നെ ഞാൻ ആ ഇരുട്ടിലേക്ക് പോയി. പെട്ടെന്ന് ഇരുട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ വന്നു. പോകുന്ന വഴികളിൽ ഞാനിങ്ങനെ പൂക്കളും കുറേ മാതാവിൻ്റെ ഗ്രോട്ടയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞൊരു 3-4 സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞ് 10 മണി 10:30 ആയ പിന്നെയാണ് ബോധം തെളിയുന്നത്. ഡോക്ടർ വന്നിട്ട് തിരിച്ച് ICUലേക്ക് ചെല്ലുമ്പോൾ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ റോജൻ പറഞ്ഞത്. റോജൻ മരിച്ചു. റോജന് ശ്വാസം എടുക്കാൻ പറ്റാത്തത് റോജൻ അറിഞ്ഞു. ഡോക്ടർമാരെ ആൾ പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ആൾ പോയല്ലോ എന്ന് പറയുന്നതൊക്കെ റോജൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴേക്ക് റോജൻ്റെ കണ്ടീഷൻ ഏകദേശം നോർമലായി വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, ആൾ കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 7 മണിയായപ്പം തൊറസൈക്ക് സർജറി ചെയ്തു. അത് ചെയ്ത് ഓപ്പറേഷൻ വിജയകരമായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നെ രാത്രി 11:30 ആയപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ആളുടെ സ്റ്റേജൊക്കെ ഏതാണ്ട് നന്നായി വരുന്നുണ്ട്, നമുക്ക് വെൻറ്റിലേറ്റർ മാറ്റി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്സിജൻ്റെ സപ്പോർട്ടിൽ ആൾ ശ്വസിക്കാൻ വേണ്ടി തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഡോക്ടർ റോജിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ കയ്യിൽ ഇന്നലെ ഞാനൊരു സാധനം കണ്ടായിരുന്നല്ലോ, അത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഉടമ്പടി കാശുരൂപം ഞാൻ ഡോക്ടർക്ക് ഇങ്ങനെ കൈ തുറന്ന് കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, അതിങ്ങ് തരാൻ പറഞ്ഞു. ഡോക്ടർ തന്നെ ICU കിടന്ന റോജിൻ്റെ കയ്യിൽ ആ കാശുരൂപം അടങ്ങിയ ആ കൊന്ത ഇട്ട് കൊടുത്തു. അതിപ്പോഴും കഴുത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം റോജൻ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാൻ വേണ്ടി തുടങ്ങി. 4 ദിവസം കഴിഞ്ഞപ്പോൾ റോജൻ്റെ 2 കാലും കൈയും കാലിൻ്റെ മുട്ടും ഒക്കെ ഫ്രാക്ചറായിരുന്നു. അപ്പം ആളെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. തുടയിൽ പൊടിഞ്ഞു പോയിരുന്നു. കാലിൻ്റെ ജോയിൻ്റിൽ നിന്ന് കാല് വിട്ട് കാല് തിരിഞ്ഞു പോയിരുന്നു, വലത് കാല്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് എല്ലുകൾ പൊടിഞ്ഞു പോയതുകൊണ്ട് ഗ്യാപ്പ് വന്നു. ഡോക്ടർ എന്നെ വീണ്ടും വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യണമെങ്കിൽ വേറൊരു എല്ല് പൊട്ടിച്ച് അതെടുത്ത് അവിടെ വെച്ച് ഫില്ല് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ സൈനിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഇതുപോലെ പൊട്ടിത്തരിപ്പണമായ ഈ മനുഷ്യൻ്റെ ശരീരത്തിന് ഇനിയും എല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? നീ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് റോജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മാതാവ് ഈശോയും കൂടെ വന്നിട്ട് ഈ ഓപ്പറേഷൻ ചെയ്തു തരണേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് റോജൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് ഇത് വന്ന് പറഞ്ഞ സമയത്ത് റോജൻ അവിടെ വലിയൊരു സുഗന്ധം അനുഭവപ്പെട്ടു.
ഒരു 45 മിനിറ്റോളം ഏകദേശം ആ സുഗന്ധമുണ്ടായിരുന്നു എന്ന് റോയിച്ചൻ പറഞ്ഞു. എന്നോട് എല്ല് പൊട്ടിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരിച്ച് ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി എന്തിനാണോ എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേച്ചി ഗ്യാപ്പ് ഫില്ലായി, എല്ല് പൊട്ടിക്കേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു എങ്ങനെ ഡോക്ടർ ഫില്ലായി എന്ന് വെച്ചാൽ പറഞ്ഞു ഗ്യാപ്പ് ഫില്ലായി, അത്ര പറയാനേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ ഓപ്പറേഷനും വിജയകരമായിട്ട് നടന്നു. കാലിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇടത് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, വലത് കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ ഓപ്പറേഷൻ ചെയ്ത 6 സർജറി കഴിഞ്ഞു. 6 സർജറി കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് വലിയ പരിക്കാണ്, ആരെ കാണിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലുണ്ടായിരുന്ന ആൾ ഡോക്ടർ പറഞ്ഞു 6 മാസമെങ്കിലും കഴിയാതെ കാല് നിലത്തോട്ട് വയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വിട്ടു. 2.5 മാസമായപ്പോൾ സമയചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ റോയിച്ചിൻ്റെ കാല് രണ്ടും നിലത്തു കുത്തി. 3.5 മാസമായപ്പോൾ വാക്കറി നടന്നു, 4 മാസമായപ്പോൾ സ്റ്റിക്കും കൊണ്ട് നടന്നു, ഇപ്പം 4.5 മാസമായപ്പോൾ സ്റ്റിക്കും ഇല്ലാതെ ആൾ നടക്കുന്നുണ്ട്. ചെറിയൊരു വേദന, അതായത് സ്റ്റീലൊക്കെ കയ്യാലിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ 7-ാം തീയതി വന്നാലേ 5 മാസം ആകുള്ളൂ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. 200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് റോയിച്ചൻ ഡ്രൈവ് ചെയ്തു ഇന്നലെ രാത്രിയിൽ. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ തിരിച്ചു തന്ന ജീവനാണ്, ജീവിതമാണ്. ഡോക്ടർ എന്നോട് തമാശയായിട്ടാണെങ്കിലും ഡോക്ടർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് 3 കുട്ടികളാണോ? ഞാൻ പറഞ്ഞു അതെ. 3 പെൺകുട്ടികളാണോ? അതെ. ചേച്ചി വീട് വെച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. ഇതെല്ലാം ചേട്ടൻ ഡയറക്റ്റ് ചെന്ന് സ്വർഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇതിനൊന്നിനും ബുദ്ധിമുട്ട് വരികയില്ല എന്ന് ഹിന്ദുവാണ് ഡോക്ടർ. കാരണം വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു എന്നാണ് റോയിച്ചൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ റോയിച്ചൻ അത് വളരെ ശബ്ദത്തിൽ ഉച്ചത്തിലാണ് പ്രാർത്ഥിച്ചത്. ചുറ്റും നിന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു അത്ഭുത മനുഷ്യനാണ് റോയിച്ചൻ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കുന്നുണ്ടായിരുന്നു. അനാഥ മന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ആര് സഹായം ചോദിച്ചു വന്നാലും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു.